ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഡെലിവർ ആയപ്പോൾ ദൈവം അവർക്ക് അബ്രഹാമിന് കൊടുക്കുമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് ലാൻഡ് തുറന്നു വന്നു. ആ ലാൻഡിലേക്കുള്ള യാത്രയാണ് ഹല്ലേലൂയ കാണുന്നത്. ഹല്ലേലൂയ. ഈ മിസ്രൈം മുതൽ കനാൻ ദേശം വരെ ഹല്ലേലൂയ ആ യാത്ര തന്നെ വലിയ മഹത്വമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഹല്ലേലൂയ, ഒരു ഡെലിവറൻസ് നിങ്ങളിൽ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കനാൻ ദേശത്തിൽ കയറുന്നവരെ ഗ്ലോറിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഭയങ്കര ഗ്ലോറിക്കകത്താണ് നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഞാൻ ഗ്ലോറിക്കകത്താണ് നിൽക്കുന്നത്. ഗ്ലോറി എന്ന് പറയുന്നത് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ അത് തുറന്നു വരുമ്പോൾ എല്ലാ നന്മകളുടെ പാക്കേജുകളും അതിനകത്തുണ്ടാകും. ഓ, മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തോത്രം. എല്ലാ ഗുഡ്നസ്സും അതിനകത്തുണ്ട്, എല്ലാ നന്മകളും അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആത്മാവിൽ പറ, എല്ലാ ഗ്ലോറിയും ഞങ്ങളുടെ മുമ്പിൽ റിവീലാകുന്ന ഒരു മാസത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആമേൻ. അടുത്തൊരു വർഷം നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. ഇപ്പോൾ മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം, പ്രോജക്റ്റുകളെ ദൈവം നൽകണം. ഹല്ലേലൂയ. പണ്ട് പറഞ്ഞതുപോലെയല്ല, മറിച്ച് ഹല്ലേലൂയ ഈച്ച് ആൻഡ് എവറി ഡേയിൽ ചെയ്യാനുള്ള പദ്ധതികൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിരിക്കണം. ഇന്നലെ അഭിഷിക്തൻ ശുശ്രൂഷിക്കുമ്പോൾ, അഭിഷിക്തനാണെന്ന് തോന്നുന്നു, ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞൊന്ന് വാക്ക് എൻ്റെ കാതുകൾക്കകത്ത് കിടപ്പുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ദൈവം പറഞ്ഞ മഴ പെയ്യിപ്പിക്കാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. പറഞ്ഞു തീർന്ന ശേഷം, പ്രസംഗിച്ച ശേഷം ഹല്ലേലൂയ ഓരോന്നോരോന്നായി ആ പടകിനകത്തേക്ക്, ഹല്ലേലൂയ മോശയുടെ നോഹയുടെ പേടകത്തിനകത്തേക്ക് വരുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു, നിന്നോടുള്ള ഉദ്യമം നീ ചെയ്താൽ ഹല്ലേലൂയ വരാനുള്ളത് തന്നെ വന്നു കയറിക്കോളും. അത് കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ ഒരു വാക്കൂടെ ചേർത്ത് നിങ്ങൾ ആത്മാവിൽ പറയണം, വരാനുള്ളത് തനിയേ വന്നുകൊള്ളും എന്ന് പറഞ്ഞേ, വരാനുള്ളത് തന്നെ വന്നോളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്ര നാളും വലിയ പ്രയാസങ്ങളാണ് വന്നു കയറിയെങ്കിലും ഇനി വരുന്നത് എവറി ഗുഡ്നെസ് ആണ്, ദൈവത്തിൻ്റെ നന്മയാണ് വന്നു കയറാനുള്ളത്. നിന്റെ വീട് അത് അനുഭവിക്കാൻ പോവുകയാണ്, നീ അത് അനുഭവിക്കാൻ പോവുകയാണ്, നിന്റെ കുഞ്ഞുങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്, നിന്നിലൂടെ നിന്റെ ദേശം അത് അനുഭവിക്കാൻ പോവുകയാണ്, ഒരു തലമുറ അത് അനുഭവിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഈ രാവിലത്തെ സന്ദേശത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ ഭാഗം വായിച്ച് 4-ാം അധ്യായം 1 വായിച്ച്. ആമേൻ. ഹല്ലേലൂയ. അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ആമേൻ. വായിച്ചു താഴ്ത്തു വായിച്ചു. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ആമേൻ. അടുത്തത് 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആമേൻ. അവസാനത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആമേൻ. ഒന്നുകൂടെ നിങ്ങൾ എല്ലാവരും ഹൃദയത്തിന്റെ അകത്ത് ഈ വേട് കയറ്റി പ്രാർത്ഥിക്കുക. യേശു ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു, അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. ആമേൻ. ആത്മാവിന്റെ ശക്തിയോടെ യേശു മടങ്ങിയപ്പോൾ യേശു ചെയ്ത കാര്യങ്ങൾ, യേശുവിലൂടെ വെളിപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഗലീലയിലെ ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. 30 വർഷം പരക്കാതിരുന്നത് 30-ാമത്തെ വർഷം തൊട്ട് സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് സംഭവിക്കാത്തത് ചിലത് സംഭവിക്കാൻ പോവുകയാണ്.
എത്ര പേർക്കറിയാം there is a perfect time, ഒരു കൃത്യമായ സമയം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. ഇത് ദൂതായി സ്വീകരിക്കുന്നവരോട് പറയുന്നു, ഇളകാത്തത് ചിലത് ഇളകും, അനങ്ങാത്തത് ചില അനങ്ങും, മാറാത്തത് ചിലത് മാറും, സംഭവിക്കാത്തത് ചിലത് സംഭവിക്കും. ആ പെർഫെക്റ്റ് ടൈം, ഹല്ലേലൂയ, ഭൂമിയിലെ അന്തരീക്ഷത്തിനകത്ത് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിശ്ചയം ദൈവപ്രവർത്തിക്കായി ദൈവം ആ സമയം കുറിച്ച് വെച്ചിരിക്കുക. കാലത്തിൻ്റെ സമ്പൂർണതയിൽ കന്യകയിൽ യേശു പൂജാതനാകുന്നത് അങ്ങനെ ഒരു സമയമാണ്. ഹല്ലേലൂയ. AD-യെയും BC-യെയും കാലഘട്ടത്തിനകത്തേക്ക് രണ്ടായി വേർപെടുത്തിക്കൊണ്ട് യേശു ഭൂമിയിലേക്ക് വരാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് പറയുന്നു, അതൊരു പെർഫെക്റ്റ് ടൈം ആയിരുന്നെങ്കിൽ പെന്തക്കോസ്ത് നാൾ ഒരു പെർഫെക്റ്റ് ടൈമാണ്. ഹല്ലേലൂയ. ആ പെർഫെക്റ്റ് ടൈമിനകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സമയത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനവുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഭൂമി സാക്ഷ്യം വഹിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഭൂമിക്കകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയങ്ങൾക്കകത്ത് ദൈവം സെറ്റ് ചെയ്ത ചില ദൈവിക ഡെലിവറൻസ് ഈ രീതിയിലുണ്ടെങ്കിൽ നിങ്ങളോട് വ്യക്തിപരമായും നിങ്ങളുടെ സഭയോട് വ്യക്തിപരമായുള്ള ഇടപെടലുകൾ കുറിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി കുറിക്കപ്പെട്ട വ്യക്തി, നിനക്ക് വേണ്ടി കുറിക്കപ്പെട്ട സമയം, നിനക്ക് വേണ്ടി കുറിക്കപ്പെട്ട ആൾക്കാർ, നിനക്ക് വേണ്ടി കുറിക്കപ്പെട്ട ഡെലിവറൻസുകൾ സംഭവിക്കപ്പെടുന്നതിന് ദൈവം ചില അനുഭവങ്ങളെ അയക്കാൻ പോവുകയാണ്. കരമൊന്ന് അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഹല്ലേലൂയ. ആ ദൂത് വെറുതെ വിടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലീല എന്നത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ആരംഭ സമയമാണ്. ഹല്ലേലൂയ. 7 വിധത്തിലുള്ള ശുശ്രൂഷകൾ ശക്തിയോടെ നടന്നു. ഒന്നിൽ തുടങ്ങി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും 1-2 പറയുന്നത് നല്ലതാന്ന് തോന്നുന്നു. അന്ന് വരെ വെളിപ്പെടാത്ത അധികാരത്തിൻ്റെ ഉപദേശം യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കേട്ട് നിൽക്കുന്നവർക്ക് ഹല്ലേലൂയ ആ വാക്കുകളെ താർക്കികമായി അതിക്രമിച്ച് പോകാൻ കഴിയാത്ത ഒരു ശബ്ദമായി യേശുവിൻ്റെ ശബ്ദം മാറി. ഹല്ലേലൂയ. ഇതിൻ്റെ അനന്തരം ഞാനൊരു ദൂത് നിങ്ങളെ നോക്കി പറയുന്നു, ഇന്നലെ അവഗണിച്ചവർക്ക് ഇന്ന് അവഗണിക്കാൻ പറ്റാത്ത ഒരു അധികാരം ദൈവം നിന്റെ നാവിൽ നൽകാൻ പോവുകയാണ്. ഇവൻ മറിയുടെ മകനാണ്, യോസഫിന്റെ മകനാണ്. യോഹന്നാൻ എന്ന് പറയുന്ന സഹോദരന്മാരുടെ സഹോദരനാണെന്ന് വിധി എഴുതി മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ അധികാരത്തിന്റെ ശബ്ദം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവന്റെ വാക്കിനെ അതിക്രമിച്ച് യാത്ര ചെയ്യുവാൻ ഗലീലയിലുള്ള ജനങ്ങൾക്ക് പറ്റാതിരുന്നത് പോലെ മുണ്ടക്കയത്തും യേശു നിന്റെ നാവിന്റെ മേൽ തൊട്ടിരിക്കുന്ന വാക്കുകളെ അതിക്രമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചിലരെ ദൈവം നീയുമായിട്ട് കൂട്ടിയോജിപ്പിക്കുകയാണ്. ഈ വാക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഈ പകൽ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന പകലുകൾ, രാത്രികൾ, സമയങ്ങൾ ദൈവം നിങ്ങളുടെ ലൈഫിനകത്തേക്ക് അനുവദിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിൽ തുടങ്ങുന്ന ഒത്തിരി 7-ലധികം ശുശ്രൂഷകൾ എടുത്തെടുത്ത് പറയാൻ പറ്റുന്നതുണ്ട്. ഒന്ന് പറഞ്ഞ് ഞാൻ തൊട്ടുവിടുക, അല്ലെ? അവസാനത്തെ കൂടെ പറയാം, സയൻസ് ആൻഡ് വണ്ടർ. ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു ശുശ്രൂഷയായിരുന്നു ആ ശുശ്രൂഷകൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അധികാരത്തിന്റെ വാക്ക് മാത്രമല്ല, അത് വെളിപ്പെട്ടെടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഈ ചർച്ച അതിനെ സ്തോത്രം ചെയ്തേ പറ്റുള്ളൂ. യേശുവിൻ്റെ ശ്രുതി ദേശം മുഴുവൻ പരന്നപ്പോൾ ദേശത്ത് വലിയ അടയാളങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്താണ് പുറപ്പെട്ടത്? അവൻ വരുന്നിടത്തെല്ലാം വിടുതല. കൂട്ടം കൂട്ടമായി രോഗികൾ സൗഖ്യമാകുന്നു, കൂട്ടം കൂട്ടമായി മുടന്തർ എഴുന്നേൽക്കുന്നു, കൂട്ടം കൂട്ടമായി ഭൂതഗ്രസ്തർ സൗഖ്യമാകുന്നു, കൂട്ടം കൂട്ടമായി ബന്ധിക്കപ്പെട്ടവർ വിടുതൽ പ്രാപിക്കുന്നു. റൈറ്റ് നൗ ഈ സഭയെക്കുറിച്ച് ഒരു ആലോചന പറയുന്നു. കുരിക്കിൽ കിടക്കുന്ന ചിലരെ അഴിക്കാൻ ദൈവം നിന്റെ കരങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരെ ആ ശുശ്രൂഷകൾക്കകത്ത് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, കരുത്തുറ്റ 4 സുവിശേഷകന്മാർ, 4 അപ്പോസ്തലന്മാർക്ക് ജനനം കൊടുത്ത ശുശ്രൂഷകരായിരുന്നു ഗലീലയിലെ ശുശ്രൂഷകൾ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങിയപ്പോൾ അതിനകത്ത് കരുത്തുറ്റ 4 അപ്പോസ്തലന്മാർ രൂപം കൊണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ അത് ദൂതാക്കി നിങ്ങൾക്ക് വിളമ്പുകയാണ്. നിങ്ങളുടെ കരങ്ങളിലൂടെ കരുത്തുറ്റ ചിലരെ പുറത്തെടുക്കാൻ ദൈവം നിനക്ക് വേണ്ടി വാക്കും വാചകം ഭാഷയും പ്രസംഗം പ്രാർത്ഥനയും കൃപാവരങ്ങളും നിയോഗങ്ങളും കൈമാറുന്നു. മിണ്ടാതിരിക്കരുത്. ആത്മാവിൽ ഇതിനോട് പ്രതികരിച്ചോണം. ഒരു റബ്ബർ പന്ത് തട്ടി തെറിക്കുന്നത് പോലെ ഈ വാക്കുകളോട് നീ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രവൃത്തി മേഖലകൾ മിറക്കിളുകളുടെ ശുശ്രൂഷകളായി മാറും. ഹല്ലേലൂയ. ഒട്ടനവധി കാര്യങ്ങൾ ഗലീലയെ നോക്കി എനിക്ക് പറയാനുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ യേശു ആ പ്രദേശങ്ങളുടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ, യേശു വാ തുറന്ന് 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതീക്ഷയറ്റുപോയ ദരിദ്രരുടെ മേൽ ദൈവത്തിൻ്റെ ഗ്രേസ് പകരപ്പെടുവാനിടയായി തീർന്നു. മുണ്ടക്കയത്തിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് ദരിദ്രരായി കിടക്കുന്ന ചിലരെ ആത്മാവ് പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചർച്ച അതിനുവേണ്ടി നിൽക്കുമെങ്കിൽ ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കും. ഇന്നലെ സണ്ണി പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് ആഗ്രഹിച്ച് തരണമെന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. നോ എന്ന് പറയുന്നത് ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ വാക്കിനകത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് ഹല്ലേലൂയ ചുറ്റും നോക്കിയപ്പോൾ ഒരു രാജാവായിട്ട് പലർക്കും കാണാൻ കഴിയുന്നു. അവരുടെ ഉള്ളിൽ നോക്കിയപ്പോൾ ഒരു വ്യക്തി രാജാവായിട്ടില്ലാതിരിക്കെ അവർ ദൈവത്തോട് ചോദിക്കുകയാണ്. ചോദ്യം, ഞങ്ങൾക്ക് ഒരു രാജാവിന് വേണം. ഹല്ലേലൂയ. കാലഘട്ടം ഇതല്ല കേട്ടോ, കാലഘട്ടം അങ്ങ് പഴയതാണ്, ദാവീദിന് മുമ്പുള്ള കാലഘട്ടം. ഹല്ലേലൂയ. ചോദിച്ച ചോദ്യം, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവം ആഗ്രഹിച്ചത് ന്യായാധിപന്മാർക്ക് ശേഷം ഹല്ലേലൂയ ദൈവം നേരിട്ട് ആ ജനത്തെ ഭരിക്കണം. ദൈവത്തിന് നേരിട്ട് ജനത്തെ ഭരിക്കണം. അന്നും ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ വേണ്ട, എനിക്ക് മുമ്പായി മറ്റൊരു മധ്യസ്ഥൻ വേണ്ട, എനിക്ക് എൻ്റെ ജനത്തെ നേരിട്ട് ഭരിക്കണം. ആമേൻ. നേരിട്ട് ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വാക്ക് ശുശ്രൂഷയെന്നോ ആശ്വാസമെന്നോ കരുതലെന്നോ കൃപയെന്നോ ഹല്ലേലൂയ തടുപ്പീരെന്നൊക്കെ പറയാനിടയായിത്തീരും. കൊണ്ട് നടക്കുന്നവനെന്നോ കൂടെ നടക്കുന്നവനെന്നൊക്കെ ആ വാക്കിന് മീനിങ് നൽകാൻ കഴിയും. ഇന്ന് പകരം ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഹല്ലേലൂയ ജനത്തെ ഭരിക്കാൻ ആഗ്രഹിച്ച കർത്താവ് അടുത്തിറങ്ങിയെന്നല്ല, അകത്തിറങ്ങി ഇന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന വഴികാട്ടിയായി. വചനം ഇങ്ങനെ പറയുന്നു, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന വാക്കന്വർത്ഥമാകുന്ന നിയമത്തിനകത്ത് നിലനിൽക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മേലുള്ള ഭരണവും ഹല്ലേലൂയ ഒരു രാജ്യത്തെ തുറന്നു കൊണ്ടുവന്നിട്ട് ആ രാജ്യത്തിനകത്ത് നീയും കർത്താവും ഒരുപോലെ ഭരിക്കുന്നവരായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ദാവീദ് വരുന്നതിന് മുമ്പ് ജനം ചോദിച്ചു മേടിച്ച ആളാണ് ശൗൽ. ചോദിച്ചു, ദൈവം അതിനെ കൊടുത്തു. ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, എങ്കിലും ദൈവം അഭിഷേകം ചെയ്ത് അവരുടെ മുമ്പിൽ ഒരു നിർത്തി. ചോദിച്ചാൽ കിട്ടിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പാട്ടുണ്ടല്ലോ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ. അത് നിശ്ചയം. ഈ യാചന നിർത്തിയിട്ട് നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ. വചനം പറയുന്നു, നീ രാജ്യങ്ങളെ അവകാശമായി ചോദിക്കണം. അല്ല, ഗ്രാമങ്ങളെ ചോദിക്കണമല്ല, രാജ്യങ്ങളെ അവകാശമായി ചോദിക്കണം. രാജ്യങ്ങൾ തുറക്കപ്പെടട്ടെ, രാജ്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കുമാറാകട്ടെ. ഗലീല എന്ന് പറയുന്ന ദേശത്ത് യേശു തൻ്റെ ശുശ്രൂഷകളുടെ ആരംഭങ്ങൾ നടത്തി. ഞാൻ വായിച്ച 3 വാക്യങ്ങൾ. ഒന്ന്, താൻ യോർദാനിലേക്ക് ആമേൻ ഇറങ്ങി നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിന് ശുശ്രൂഷയ്ക്ക് മുമ്പ് വഴിയൊരുക്കുന്നവനായി കടന്നു വന്ന
സ്നാപക യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രതാപ കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. തൻ്റെ വാക്കുകളുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ ഗാംഭീര്യം കൊണ്ട് അല്ലെങ്കിൽ കൂടി നിൽക്കുന്നവർക്ക്, അത് പുരോഹിതന്മാർക്കോ പരീശന്മാർക്കോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അധികാരത്തിൻ്റെ ശബ്ദമായി, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്നൊഴിഞ്ഞുകൊള്ളുവീൻ, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊടാലി വെച്ചിരിക്കുന്നു, ഹല്ലേലൂയ, അതുകൊണ്ട് മാനസാന്തരപ്പെടുവീൻ എന്ന ദൂതിൻ്റെ മുമ്പിൽ പരീശന്മാർക്ക് നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അകത്ത് കുത്തുകൊണ്ടവർ വരിവരിയായി നിന്നുകൊണ്ട് യോർദാന്റെ മുമ്പിൽ സ്നാനമേൽക്കാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. യോർദാന്റെ മേൽ സ്നാനമേറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ വരിയിൽ മുൻപന്തിയിൽ വരേണ്ടവൻ പിൻപിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഗ്ലാഡ്സൺ പാസ്റ്റർ ആണെന്ന് തോന്നുന്നു ഈ ദൂത് ചർച്ചിലെ ഏതോ ഭാഗം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേട്ട്, ഒന്നെങ്കിൽ യേശുവിന് ആദ്യം പോയി മുങ്ങാമായിരുന്നു, പക്ഷേ ഹല്ലേലൂയ ഒരു തിടുക്കം ഇല്ലാതെ പുറകെ നിൽക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്കറിയോ? ഒരു തിടുക്കവും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ഇത് ഒരു ദൈവ നിയോഗത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. ഹല്ലേലൂയ. ആരുടെ മുമ്പിലും ഒരു തിടുക്കം കാണിക്കേണ്ട, നിനക്കുള്ളത് കൃത്യമായി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. വന്ന് നിന്ന് സ്നാനം കഴിച്ച് പോയവരെല്ലാം കയറിയതുപോലല്ല യേശു വന്നത്. ഹല്ലേലൂയ. സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങി ഒരു സംഭാഷണത്തിന് ശേഷം ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. ഒരു ശബ്ദം വരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുകയും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിലേക്ക് ദേഹരൂപം മാറി, അല്ലെങ്കിൽ ആത്മാവ് ദേഹരൂപമെടുത്ത്, അങ്ങനെ വാക്ക് എന്നീ കിടക്കുന്ന ബൈബിളിൽ കിടക്കുന്ന വാക്കിന് അവൻ ആത്മാവ് ദേഹരൂപമെടുത്ത് പ്രാവെന്നതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ വന്നു. എവിടെ വന്നു? ഒന്ന്, സ്വർഗം തുറന്നു. രണ്ട്, ദൈവശബ്ദം ഉണ്ടായി. മൂന്ന്, പ്രാവെന്ന രൂപത്തിലേക്ക് ദേഹരൂപമായി പരിശുദ്ധാത്മാവ് വന്ന് യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ, ഈ വാക്ക് നിങ്ങൾ പിടിച്ചോളം, എവിടെയാ വന്നേ? യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ പ്രാവ്. ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. പിന്നീട് നാം കാണുന്നത് യേശു ആത്മാവിൻ്റെ നിറവോടെ, അല്ലേ? വാക്യം അങ്ങനെയല്ലേ? ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് പോയി. എന്തിനു പോയി? പ്രാർത്ഥിക്കാൻ പോയി. ദീർഘ ദിവസങ്ങൾ, 40 ദിവസത്തിലെ ഉപവാസത്തിൽ യേശു കർത്താവിന് ഉപവാസത്തിന് ശേഷം പരീക്ഷകൾ ഏൽക്കുവാനിടയായി തീർന്നു. 40 ദിവസം താനത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി. ആമേൻ. 3.5 വർഷം ദൈവം നിയോഗിച്ചയച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു ഒരുങ്ങിയെങ്കിൽ നമുക്ക് ഒരുങ്ങിയേ പറ്റൂ. കം ഓൺ. ഹല്ലേലൂയ. 3.5 വർഷം യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മളും പ്രാർത്ഥിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഇതൊരു മാതൃകയല്ലേ? യേശുവിന് ഇതൊക്കെ വേണ്ടി വന്നോ, വേണ്ടി വരുവോ എന്ന ചോദ്യത്തിന് ഒത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ കാണിക്കുന്നതെല്ലാം ഒരു മാതൃകയാ. എബ്രായ ലേഖനത്തിനകത്ത് വാക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോളാൻ പറയുമ്പോൾ മാതൃക കാണിക്കാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യം മാതൃക വെളിപ്പെട്ട് നിൽക്കുകയാണ്. 40 ദിവസത്തോളം ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഉപവാസം ഇരുന്നു. ഹല്ലേലൂയ. സഭയോട് ഞാൻ പറയുന്നു, അഭിഷേകം വെളിപ്പെടണം. അഭിഷേകമുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു നിറവ്, അതിൻ്റെ ഒരു പ്രദർശനം വെളിപ്പെടണമെങ്കിൽ മാറിയിരുന്ന് കർത്താവിനോട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകണം. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്നവനെ ദൈവം ഉപയോഗിച്ചിരിക്കും. ഇന്നലെ പറഞ്ഞ എൻ്റെ വാക്ക് അപ്പം മറന്നുപോയെങ്കിലും വീണ്ടും പാസ്റ്റർ പറഞ്ഞ എല്ലാം കൂടെ എൻ്റെ ഓർമ്മയ്ക്കകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഹല്ലേലൂയ. നീ പെന്തക്കോസ്തുകാരനാണെന്നോ യാക്കോബക്കാരനാണെന്നോ കത്തോലിക്കക്കാരനാണോ എന്ന് കർത്താവ് നോക്കത്തില്ല. ഹല്ലേലൂയ. മാറിയിരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു മതത്തിന്റെ പാണ്ടക്കെട്ടുകൾ കൂട്ടുപിടിക്കാതെ ഒരു ജനറേഷനെ തുറന്നു കൊണ്ടുവരാൻ ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ദൂത് നിങ്ങൾ കേൾക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഞാനും ജേക്കബ് പാസ്റ്ററും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, ജോമൻ പാസ്റ്ററുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് ഞാൻ പ്രതികരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കയറി വന്നു. ആ വാക്കിങ്ങനെയാണ്: വന്ന സഭകളെല്ലാം ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 90% അവരുടെ മതത്തിന്റെ സംഹിതയ്ക്കകത്താണ് നിൽക്കുന്നത്, അല്ലേ? 90% അവർ സ്വീകരിച്ചേക്കുന്ന കയ്യടി അങ്ങനെ, പാട്ടങ്ങനെ, പ്രാർത്ഥന അങ്ങനെ, എല്ലാം ഒരു ബൈബിളിന്റെ സത്യം പ്യൂരിറ്റിയിലേക്ക് ചിലത് തുറന്നു വരാൻ നേരത്ത് പറ്റത്തില്ല. ഇന്നലെ ആണെങ്കിൽ ഞാൻ ലൈവിലൂടെ പറയുന്നില്ല, ഭയങ്കര സംഭവങ്ങളൊക്കെ കുമ്പനാടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റുകയില്ല, നാണക്കേടായി പോകും. മാത്രം ഒതുങ്ങുകയാണ്, സഭയുടെ ചട്ടക്കൂടുകൾക്കകത്ത് ഒതുങ്ങുകയാണ്. ബൈബിൾ ഒരു മുന്നോട്ട് വെക്കുന്നത് ഹല്ലേലൂയ ഉണർവുകളുടെ കുറിച്ചുള്ള ആലോചനകൾക്കകത്ത് ആര് നീ ആരാകട്ടെ, ആത്മാവിന് വില കൊടുക്കുന്നവനാണോ, വിട്ടുകൊടുക്കുന്നവനാണോ, ത്യജിച്ച് മാറി നിൽക്കുന്നവനാണോ, ദൈവം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പോവുകയാണ്, നാട്ടിൽ ഉപയോഗിക്കാൻ പോവുകയാണ്, കൂട്ടുകാരുടെ ഇടയിൽ ഉപയോഗിക്കാൻ പോവുകയാണ്, ബിസിനസ്സുകാരുടെ ഇടയിൽ ഉപയോഗിക്കാൻ പോവുകയാണ്, ജോലിക്കാരുടെ ഇടയിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. അടുക്കളകാരി ആണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ കൂടെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഒന്ന് ആഗ്രഹിച്ച, ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എവിടെയാണോ അത് യേശുവിൻ്റെ ശുശ്രൂഷയാക്കി മാറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും വേണ്ട, അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നീ അറിയാതെ ചിലത് സംസാരിച്ചിരിക്കും. ചൂട് കൂടുന്നു, നമുക്ക് ഒരുമിച്ച് ഓടാം വചനത്തിനകത്തേക്ക്. ഹലോ, 40 ദിവസം യേശു ശുശ്രൂഷിച്ചു. ഒരെണ്ണം പറഞ്ഞ് 40 ദിവസം യേശുവിനെ പരീക്ഷിച്ച്, 40 ദിവസം ഉപവസിച്ചതിന് ശേഷമായി യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന സമയത്ത് ഒരു ഭാഗമുണ്ട്, വചനത്തിനകത്ത് കിടപ്പുണ്ട്. ഒരു ഭാഗം പറഞ്ഞ്, ഇതെൻ്റെ വിഷയമല്ല, ഒരു ഭാഗം ഒന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് വരട്ടെ. ഒരിക്കൽ പറയാണ്, നിനക്ക് വിശക്കുന്നുണ്ട്, 40 ദിവസമായിട്ട് ഉപവാസമല്ലേ, നിനക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കല്ല് ആമേൻ അപ്പമാക്കാൻ പറ്റുമോ? ഈസിയാണ്, വളരെ ഈസിയാണ്. ആമേൻ. പക്ഷേ യേശു കർത്താവ് പറയാണ്, ഞാൻ ഈ 40 ദിവസം, അതിനകത്തുള്ളൊരു ആലോചന പറയാണ്, ഈ 40 ദിവസം ഞാൻ പ്രാപിച്ചത് ഈ കല്ല് അപ്പമാക്കാനല്ല. ഓ, മനസ്സിലായി. നമ്മുടെ പരിപാടി തന്നെ, ഇപ്പം നമ്മുടെ പരിപാടി തന്നെ, മൊത്തത്തിലുള്ള പരിപാടി തന്നെ. നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി കല്ല് അപ്പമാക്കുന്ന പരിപാടിയാണ്, അല്ലേ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യേശു പറഞ്ഞ, ഞാൻ ഈ പ്രാപിച്ചതെല്ലാം കല്ല് അപ്പമാക്കാനല്ല, ഞാനിത് പ്രാപിച്ചത് ആത്മാവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. ഒരു കൂട്ടം ജനത്തെ തുറന്നു കൊണ്ടാൻ വേണ്ടിയാണ് ഞാനിത് പ്രാപിച്ചത്. ഞാൻ ആത്മാവിൽ പറയുന്നു, കല്ലിനെ അപ്പമാക്കുന്നത്, നിങ്ങൾ കല്ലല്ലായിരിക്കും, വേറെ വല്ലതുമായിരിക്കും അപ്പമാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. ഇനി അത് അപ്പമാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയുന്നു, അത് നിന്റെ ജോലിയിൽ നിന്നോട്ടെ, പക്ഷേ അതിനപ്പുറം ഒരു ശുശ്രൂഷ നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. അതിനായിട്ട് തന്നെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിനകത്തേക്ക് കയറ്. അതിനേക്കാൾ വലുത് ചിലത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ശക്തിയോടെ യേശു മടങ്ങി എന്ന് നാം 4-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ, ആത്മാവിന്റെ നിറവോടെ താൻ മരുഭൂമിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ശക്തിയോടെ താൻ ഗലീലയ്ക്ക് മടങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു മെതേഡ് ആത്മാവിന്റെ ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷയും എന്തായിരിക്കണം? ആത്മാവിന്റെ ശക്തിയുടെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തൊട്ടടുത്ത് നിങ്ങളുടെ മനസ്സിൽ തന്ന പദം ഏൽക്കുന്നു. സ്വർഗം തുറന്നു, പ്രാപെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് വന്നു. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മേൽ പ്രാവിറങ്ങി വരികയാണ്. മനസ്സിലാകുന്നവർക്കായി സ്വാഗതം. ഏതാണ് യേശുക്രിസ്തുവിന്റെ ശരീരം? യേശുക്രിസ്തുവിന്റെ ശരീരം യേശുക്രിസ്തുവിന്റെ സഭയാണ്. ഹല്ലേലൂയ. അവിടെ യോർദാനിൽ കണ്ട അതേ കാഴ്ചയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് കാണുന്നത്. അവിടെ സ്വർഗം തുറന്നതുപോലെ, ഹല്ലേലൂയ, ഒരുമിച്ച് കൂടിയിരുന്നവരുടെ നടുവിൽ സ്വർഗം തുറന്നു. ഹല്ലേലൂയ.
തൊട്ടടുത്ത പള്ളിയിൽ വലിയ ഉത്സവം, പെന്തക്കോസിന്റെ ഉത്സവം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. വലിയ ആരവാരങ്ങൾ നടക്കുന്നുണ്ട്. വലിയ സമ്പത്ത് ചെലവഴിച്ചുള്ള ഉത്സവ പ്രകടനങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ യേശു വാങ്ങിപ്പോകാൻ നേരത്ത് പറഞ്ഞ 2 ദൂതിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു 120 പേര് ഹല്ലേലൂയ മാളിക മുറിക്കകത്ത് ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ആലോചന മുഴുവൻ കൊണ്ടെത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. യേശുവിൻ്റെ ശരീരം അഭിഷേകം സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം പുറപ്പെടുന്നതിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം ദൈവപ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞാൻ നിർബന്ധിക്കുന്നു, നീ ദൈവത്തിന്റെ ശരീരമാണ്, നീ ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്, ശരീരത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തർക്കും അവനവന്റെ ശുശ്രൂഷയുണ്ട്. ഈ ശുശ്രൂഷ സ്വീകരിക്കപ്പെടുന്ന ഒരു ഹൃദയത്തോടെ ഇതിനകത്തിരുന്ന ഇന്ന് ചില കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മൊബൈലിനകത്ത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സാധാരണ പ്രസംഗം, സാധാരണ അനോയിന്റിങ്, സാധാരണ ഗിഫ്റ്റ്, ഇതാണ് ഗലീലയിലെ ശുശ്രൂഷ. ആമേൻ. അനോയിന്റിങ് വിത്ത് ഗിഫ്റ്റ് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. സ്വർഗീയ ദാനങ്ങൾ, കൃപാവരങ്ങൾക്കകത്ത് ജ്വലിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിനകത്തേക്ക് സഭയെ ദൈവം തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്തെ പദവി ഇതാണ്: നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ഒരു പുറപ്പാടിന് വേണ്ടി കാത്തിരിക്കണം. അനോയിന്റിങ്ങിന് വേണ്ടി കാത്തിരിക്കണം എന്നല്ല, പുറപ്പാടിന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. പുറപ്പാടിന് വേണ്ടി കാത്തിരിക്കണം. ബലഹീനരാണ്, നമ്മളെക്കാൾ തെറ്റിപ്പോയൊരു ജനമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. കളഞ്ഞ പടകും വള്ളവും വലയും എടുത്തുകൊണ്ട് ശുശ്രൂഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജോലികൾക്ക് വേണ്ടി പിന്മാറിപ്പോയവൻ. അതിന് മുന്നോടിയായി ചിന്തിച്ചാൽ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശു ക്രിസ്തുവിനെ പരസ്യമായി ഒറ്റിക്കൊടുത്തവൻ. ഹല്ലേലൂയ. പ്രതീക്ഷയറ്റ് ഇനി യേശു ക്രിസ്തു ചെയ്തെടുത്ത ശുശ്രൂഷയുടെ അനന്തരം ഒന്നില്ല എന്ന് മുഴുവനായി ഹൃദയത്തിൽ എഴുതി തള്ളിയിട്ട് ഹല്ലേലൂയ പഴയ പണിക്കകത്തേക്ക് പോകാൻ ആഗ്രഹിച്ചെന്നല്ല, പോയവരാണ്. അവിടെ ഇറങ്ങിച്ചെന്ന് തിരികെ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് യേശു കർത്താവ് അവരെ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. സഭയോട് ഞാൻ പറയുന്നു, കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു ദൂതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പിന്തിരിഞ്ഞ് അവനവന് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശൈലി നിർത്തുക. ഒരു അനോയിന്റിങ് ശുശ്രൂഷകൾക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുക. ഹല്ലേലൂയ. കൂട്ടായ്മകൾ, രാത്രി പഴയതിനേക്കാൾ ശക്തമായ രാത്രി കൂട്ടായ്മകൾ ആരംഭിക്കുക. രാത്രിയിൽ പ്രാർത്ഥിക്കുക. എവിടെ എങ്ങനെയെന്ന് കർത്താവ് പറയാൻ പോവുക. ഞാൻ ഈ അടുത്ത വർഷത്തിലേക്ക് കയറുമ്പോൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എൻ്റെ ചിന്തകൾക്കകത്ത് ദൈവം ഇട്ട ചില പ്ലാനുകളൊക്കെ മാറ്റി. ദൈവം ചില അനുഭവങ്ങളെല്ലാം എൻ്റെ അകത്തേക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പല വീടുകൾക്കകത്തേക്ക് ഞാൻ വരുവാനിടയായിത്തീർന്നത്. മുഴുവൻ വീടുകളിൽ വന്നിട്ടില്ല, വരും, ഈ ദിവസങ്ങളിൽ തന്നെ വരും. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ചില സ്ഥലങ്ങളിൽ ചില മൂവുകൾ ആരംഭിക്കുന്നതിന് സഭയെ ദൈവം നിയോഗിക്കാൻ പോവുക. നിങ്ങൾ ആമേൻ പറയരുത്. ആമേൻ പറഞ്ഞാൽ സംഭവിക്കും. മടുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ മേരി ആൻറ്റി? അവിടെ വന്ന് പറഞ്ഞ ദൂത് ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം ചിലയിടത്ത് ചില ആരംഭങ്ങൾ ഇടുകയാണ്. ഒരാൾ ആദ്യത്തെ മീറ്റിംഗ് വേണ്ടെന്നേ, പക്ഷെ ഞാൻ പറയുന്നു 10 മീറ്റിങ്ങുകളിൽ വെറുതെ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ ഹല്ലേലൂയ അവിടെ ഒരു അനക്കം തട്ടും. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള മൂവുകൾ പ്ലാൻ ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ പോവുക.
ഹല്ലേലൂയ. ശുശ്രൂഷയുടെ തുടക്കം യേശുക്രിസ്തുവിൻ്റെ കൂടെ ആൾക്കാരില്ല, പക്ഷേ ചിലയിടങ്ങളിൽ ഇറങ്ങി നിന്ന് പറയാൻ തുടങ്ങിയപ്പോൾ പതിയെ പതിയെ ഒരു ജനാവലി പുറകെ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതൊരു ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ചില പുതിയ ആരംഭങ്ങൾ ചില ഗ്രാമപ്രദേശങ്ങൾക്കകത്ത് ചെയ്യാൻ സഭയെ ദൈവം നിയോഗിക്കാൻ പോവുകയാണ്. ഒന്ന് തട്ടി കർത്താവിന് സ്തോത്രം ചെയ്ത്. ഞാൻ ഇന്ന് പകൽ ഒരു വിഷയമല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് ഒരാലോചന, ഒരു ദൂതാണ് പറയുന്നത്. ഒരു ദൂതാ പറയുന്നത്, സഭയോടുള്ളൊരു ദൂതാണ്. വർഷങ്ങൾ കൊണ്ട് പറയുന്ന ഒരു ദൂതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ചില പ്ലാനുകൾ, കൃത്യമായ ചില പ്ലാനുകൾ അവതരിപ്പിക്കണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഈ വിഷയങ്ങൾക്കകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ അൺലിമിറ്റഡ് ആയിരിക്കും. ആമേൻ. സാമ്പത്തിക ഡെലിവറൻസുകൾ അതിനകത്ത് ഉണ്ടായിക്കോളും. ഇപ്പോൾ കടന്ന് ഓടുന്നത് പോലെ ജോലിയുടെ പുറകെ ഓടേണ്ടി വരത്തില്ല. അല്ലാതെ സോഴ്സുകൾ ദൈവം തുറന്നിരിക്കും. ഹല്ലേലൂയ. നീ കർത്താവിനായി മാറിയാൽ കർത്താവ് നിനക്ക് വേണ്ടി മാറി നിൽക്കും. നീ കർത്താവിനായി ചെയ്യാൻ തുടങ്ങിയാൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ഇത് മനസ്സിലായ ഒരു മനുഷ്യന് ഒരു നിധി കിട്ടിയതുപോലെ, ഹല്ലേലൂയ, വയലിലെ നിധി കിട്ടിയതുപോലെ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയലങ്ങ് മേടിച്ചു. ദൈവരാജ്യത്തിന് സദൃശമാണ്. ഉള്ളതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ ഉള്ളതെല്ലാം വിറ്റ് തുലയ്ക്കുക എന്നല്ല, മറിച്ച് അവൻ അന്ന് മുതൽ സ്വർഗരാജ്യത്തിൻ്റെ നന്മ ശരിയായ രീതിയിൽ അനുഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തിയോടെ യേശു മടങ്ങാൻ തുടങ്ങിയപ്പോൾ ആ പട്ടണങ്ങൾക്കകത്ത് വലിയ ഉണർവുകൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നു, നിങ്ങൾ യേശു കർത്താവ് കാണിച്ച അതേ മാതൃക നമുക്ക് ഒരുമിച്ച് കാണിക്കാമെങ്കിൽ പട്ടണങ്ങൾക്കകത്ത് ഉണർവുകൾ, ഗ്രാമങ്ങൾക്കകത്ത് ഉണർവുകൾ വ്യാപരിക്കുന്നതും അത് പട്ടണങ്ങൾക്കകത്തേക്ക് ഒഴുകുന്നതും നിങ്ങൾ കാണും. ഞാൻ പറയുന്നത് എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? ഈ സ്വീകരിച്ചാലേ ഈ ദൂത് തുറന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് തന്ന ആലോചന 3-ാം അധ്യായമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി. ഹല്ലേലൂയ. അനോയിന്റിങ്ങിൽ ചിലത് ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ഇരുന്ന് നിരങ്ങി ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ഇതാ എന്നോട് കർത്താവ് ആദ്യം പറഞ്ഞ ദൂത്. ഹല്ലേലൂയ. അതിൻ്റെ പുറകോട്ടാ കർത്താവ് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ, അഥവാ പെന്തക്കോസ് നാളിൽ കൂടിയിരുന്ന സഭയുടെ മേൽ അനോയിന്റിങ് വന്നപ്പോൾ, ഹല്ലേലൂയ, അവർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒറ്റ പ്രസംഗം കൊണ്ട്, ഹല്ലേലൂയ, ഒരു കൂട്ടം ജനം അകത്ത് കയറി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അകത്തൊരു ദൂത് വരുന്നു. ഹല്ലേലൂയ. ഈ അകത്ത് കയറിയ 5000-8000 ആൾക്കാർ വീട്ടിൽ നിന്ന് പോകുന്നത് ഉത്സവം കൂടാനാ, സഭയ്ക്കകത്ത് കയറാനല്ല. വീട്ടിൽ നിന്ന് പോകുന്നത്, ഹല്ലേലൂയ, ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്നത് മുഴുവൻ എവിടെ ഇടാനാണ്? പെന്തക്കോസിൻ്റെ ഹല്ലേലൂയ ഉത്സവത്തിനകത്ത് നിക്ഷേപിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ പ്രസംഗം കേട്ടപ്പോൾ തിരിഞ്ഞ് ഹല്ലേലൂയ, ചിലത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്ലാന് മാറ്റി അവരെ ചർച്ചിനകത്തേക്ക് കയറാൻ പോവുക. എനിക്ക് തുള്ളിച്ചാടാനൊക്കെ തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിലായോണ്ട് ഞാൻ മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഇങ്ങനെ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വേറെ സിനിമയ്ക്ക് പോകാനൊക്കെ ആയിരിക്കാം, പക്ഷേ ഹല്ലേലൂയ, വേറെ പല പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതായിരിക്കാം, പക്ഷേ അവനെ ചർച്ചിനകത്ത് കൊണ്ടുവരാൻ കർത്താവിന് പറ്റും. 40 വർഷം കൊണ്ട് ഒരുവൻ തെണ്ടാൻ ഇറങ്ങുക. ഹല്ലേലൂയ. അവൻ തെണ്ടിക്കിട്ടിയ അല്ലെങ്കിൽ ഭിക്ഷയയച്ച് കിട്ടിയ മുതൽ കൊണ്ട് ജീവിച്ച് കൂടെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോകുന്നവരുടെയും കൂടെ ഹല്ലേലൂയ അനുഭവത്തെ ഹല്ലേലൂയ കൈകാര്യം ചെയ്തുകൊണ്ട് പോയിരിക്കെ, ഹല്ലേലൂയ, ദേവാലയത്തിനകത്ത് നടന്നു തുടങ്ങുന്ന 3-ാം മണി സമയത്ത് നടന്നു തുടങ്ങുന്ന അഭിഷക്തന്മാർ അവനെ കണ്ടു. ഹല്ലേലൂയ. അവൻ്റെയും പ്ലാൻ മറ്റൊന്നായിരുന്നു. അവൻ്റെ ജന്മത്ത് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലെന്ന് അവൻ്റെ വായിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഉള്ളത് തരുന്നു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോഴേ ഇങ്ങനെ മുടന്തന.
എനിക്ക് ഒരു പ്ലാനും, ദൂതം എത്ര പേർക്ക് മനസ്സിലാവും? ഒരു പ്ലാനും ഇല്ല. ഹല്ലേലൂയ. ഒരു പ്ലാനും ഇല്ല. നടക്കുമെന്നൊരു പ്ലാൻ, ആമേൻ, നടക്കുമെന്നൊരു പ്ലാൻ എനിക്കില്ല. നടക്കുമെന്നൊരു സാഹചര്യം അനുവദനീയമല്ല. പക്ഷേ ഞാൻ ആത്മാവിൽ പറയുന്ന ഇതിനായൊരു സമയം കുറിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരൻ, അങ്ങനെ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സമയമുണ്ട്. ഈ ഹബക്കൂക്കിന്റെ പുസ്തകത്തിനകത്ത് ഈ വാഗ്ദത്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് താഴെ ഒരു വാക്ക് എഴുതുന്നുണ്ട്, സമയം തെറ്റിയാലും അത് വരും. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു വാക്കാണ്. ആമേൻ. ഇപ്പോഴും മനസ്സിലാകാത്തൊരു സംഭവമാണ്. ആ വാക്കിന്റെ അർത്ഥം എന്നാന്ന് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ അകത്തേക്ക് വരുന്നത് കൊണ്ട് പറയാണ്, ഇങ്ങനെയാണ് ആദ്യത്തെ പദം. ആമേൻ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ആ സമയം ബന്ധപ്പെട്ട്, ആ അനുഭവം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. അഥവാ ടൈം കുറിക്കപ്പെട്ടിരിക്കുകയാണ്, സമയം ഒന്ന് വരാൻ വേണ്ടി ഈ അനുഭവം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സമയം തെറ്റിയാൽ ഹല്ലേലൂയ. പലരും ലേറ്റായി പോയതിൻ്റെ ഭാഗമായിട്ട് ആ സംഭവം നടക്കാതിരുന്നെങ്കിൽ അത് ബന്ധപ്പെടുന്നത് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. ബന്ധപ്പെടുന്നു. ഇന്നലെ പ്രസംഗിച്ചൊരു വാക്കിനകത്തൊരു ആലോചനയുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. 400 വർഷമാണ് അനുവദിക്കപ്പെട്ടത്. 30 വർഷം കൂടെ കൂടുമ്പോൾ ആ ശബ്ദം വലുതായി ജനത്തിൻ്റെ കാതുകൾക്കകത്ത് കേൾക്കുമ്പോൾ ഹോരേബിലേക്ക് മോശയുടെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് ദൈവം പറയാണ്, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി ഞാൻ തിരിച്ചു കയറുന്നതിന് മുമ്പ് ആ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. ഞാൻ വിക്കനാണെന്ന് പറഞ്ഞപ്പോൾ പറയും, ഇല്ല, ഞാൻ നിന്റെ കൂടെ വരാൻ പോവുക. അതിനകത്തൊരു വാക്കുണ്ട്, എൻ്റെ കൂടെ നീ വാ, എൻ്റെ കൂടെ നീ വാ, നമുക്കൊരുമിച്ച് അവരെ അവിടെ നിന്ന് പുറത്തിറക്കാം. പുറപ്പാട് പുസ്തകത്തിനകത്തൊരു ബലമുള്ള ഭുജം ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു, മുണ്ടക്കയത്തൊരു ബലമുള്ള ഭുജം. Get the receive of the Holy Spirit. വലിയ ഉണർവുകൾ. ഇരുന്ന ചില ഉണർവുകൾ സംഭവിക്കാൻ പോവുകയാണ്. മാറിയിരുന്ന ചില ഉണർവുകൾ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. 120 പേരെ ഉള്ളെന്ന് ചിന്തിക്കരുത്. അതിന്റെ പിറകിൽ അൺലിമിറ്റഡ് Baratela mana tuli marakasia labrakata lamari bara sekete lebori andala prabha. വലിയ ഉണർവുകൾ, മടിക്കകൾ, ഹല്ലേലൂയ, ഇലങ്കാടുകൾ, ഹല്ലേലൂയ, ഏന്തയാറുകൾ, ഹല്ലേലൂയ, കാഞ്ഞിരപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങൾ, മുണ്ടക്കയത്തിന്റെ ഗ്രാമങ്ങൾ, പുലിക്കുന്നുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. പിതാക്കന്മാരിട്ട വേരുകൾക്കകത്ത് നിന്ന് വലിയ ഉണർവുകൾ ചലിക്കട്ടെ. ചിലത് ബന്ധപ്പെടുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ബന്ധപ്പെടുന്നു. ഇന്നലെ ഈ ദൂതുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരുമിച്ചാണ് ദൈവം മോശയെയും ദൈവജനത്തെയും ഇട്ടിരുന്നത്. 2 വ്യത്യാസം. മോശ ഫറവോന്റെ കൊട്ടാരത്തിലും ഇസ്രായേൽ ജനം അടിമത്തത്തിലുമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം, മിസ്രൈമിൽ നിന്ന് ഓടി മാറി ഇത്രോ എന്ന തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളുടെ കൂടെ മാത്രം യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനായിത്തീരുന്നു. 80 വർഷം, 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം, നീണ്ട 40 വർഷം മറന്നൊരു യാത്ര. ആ യാത്രക്കിടയിലാണ് ദൈവം മോശയെ നിയോഗിക്കുന്നത്. ഇന്നലെ വെളിപ്പെട്ട ദൂത് ഞാൻ ആവർത്തിക്കുന്നു. ഇപ്പോൾ മോശയും പുറത്തു വരേണ്ട ജനം തമ്മിൽ ഇച്ചിരി അകലമുണ്ട്. കൂടെയുള്ളത് കുറച്ച് ആടുകൾ മാത്രം. ആടുകളെ പരിശീലിക്കുന്ന വടിയുമായി താൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
കർത്താവ് ഇന്നലെ പറഞ്ഞൊരു ദൂത് എൻ്റെ മനസ്സിനെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഹല്ലേലൂയ, നീ അറിയാത്ത ഒരു വലിയ സംഖ്യ നിൻ്റെ പുറകെ വരുന്നതിന്, ഹല്ലേലൂയ, ആ ആൾക്കാർ ഇപ്പം ഇച്ചിരി അകലെയാണെന്നേ ഉള്ളൂ, പക്ഷേ നീ ചെല്ലാമെങ്കിൽ അവർ തുറന്നു വരും. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ഇപ്പോൾ ഭയങ്കര തണുപ്പ് വെളിപ്പെടുന്നുണ്ട്. ഇവിടെ ചൂടാണോന്ന് അറിയത്തില്ല, പക്ഷെ എൻ്റെ അകത്ത് വലിയൊരു തണുപ്പ് വെളിപ്പെടുന്നുണ്ട്. ഒരു വലിയ ആശ്വാസമായിട്ട് എനിക്ക് വെളിപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ദൈവം ചിലതിനെ മേൽ വലിയ തണുപ്പ് അനുഭവപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്നതുപോലെ നീ ഒരു ഡെലിവറൻസിന് നിയോഗിതനാകുന്ന അനോയിൻറ്റിങ്ങിലേക്ക് കയറുമ്പോൾ മുണ്ടക്കയത്തിൻ്റെ ചില ഗ്രാമങ്ങൾക്കകത്ത് തണുപ്പ് അയക്കാൻ ദൈവം നിന്നെ അയക്കും. ഹല്ലേലൂയ, ആമേൻ. ഞാനതിനെ സ്വീകരിക്കുന്നു, ഞാനത് വിഴുങ്ങി സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ചില കുടുംബങ്ങൾക്ക് വലിയ തണുപ്പായിരിക്കും. നീ ചെന്ന് കയറുന്നത് ചില വ്യക്തികൾക്ക് തണുപ്പായിരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളായിരിക്കും, പക്ഷെ അവരുമായി കണക്റ്റ് ആകുമ്പോൾ അവരുടെ മുഖത്തെ ചിരി നീ കാണാൻ പോവുക. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരു മനുഷ്യൻ തുള്ളിയും ചാടിയും കയറുമ്പം, ഹല്ലേലൂയ, അതിനകത്തൊരു വാക്കുണ്ട്, തുള്ളിയും ചാടിയും അവരോട് കൂടെ ദേവാലയത്തിനകത്ത് കയറി. ഈ മനുഷ്യൻ ഇറങ്ങി വന്നത് എങ്ങോട്ടാ? ഭിക്ഷ യാചിക്കാനാണ്. പിന്നെ കാണുന്നത് മൊത്തം പത്രോസും യോഹന്നാനും എവിടെയുണ്ടോ അവിടെ. ഇനി പുറകോട്ട് വായിച്ചു നോക്കണം. പത്രോസും യോഹന്നാനും എവിടെയുണ്ടോ അവിടെ ഈ മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വല്ല മനസ്സിലാകാത്തോണ്ടാ. ഈ സ്തോത്രം പറയുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി സ്തോത്രം പറയണം. ഹല്ലേലൂയ. നിന്നിൽ നിന്നൊരു ഡെലിവറൻസ് ഉണ്ടെങ്കിൽ നീ എവിടെയുണ്ടോ അവിടെ അവരുണ്ടാവും. ഇതൊക്കെ തെളിയിപ്പിച്ച് പറഞ്ഞു വരേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് അറിയില്ല. വിരൽ ചൂണ്ടാൻ പരീശന്മാരുണ്ട്, വിരൽ ചൂണ്ടാൻ ശാസ്ത്രിമാരുണ്ട്, വിരൽ ചൂണ്ടാൻ പുരോഹിതന്മാരുണ്ട്. പക്ഷെ മിണ്ടാൻ പറ്റുന്നില്ല. എന്നാ മിണ്ടാൻ പറ്റാത്തത്? അവർ തമ്മി പറയുന്ന ഒന്ന് എൻ്റെ കാത് കേൾക്കാം. ദൃശ്യമായ ചില വെളിപ്പെടുത്തലുകൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ന്യായാധിപന്മാർ പുരോഹിതന്മാരുടെ കൂടെയാണ്. ശാസ്ത്രിമാരുടെ വാക്കുകളും അവർ കേൾക്കും. പരീശന്മാരുടെ കരുത്തുറ്റ വാക്കുകളുടെ മുമ്പിൽ അവർ തയ്യാറാകാറുണ്ട് പലപ്പോഴും. പക്ഷേ ഇപ്പം ഹല്ലേലൂയ, ന്യായപാലനം നടത്തുന്നവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ജനമെല്ലാം പറയാണ്, ഇന്നലെ അവൻ അവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചവനാണ്, അവൻ 2 കാലം ചാടിപ്പൊങ്ങി ദേവാലയത്തിനകത്തൂടെ നടക്കുന്നു. ഹല്ലേലൂയ. ഇതിനർത്ഥം എന്നാണ്? ജനം മുഴുവൻ അവരുടെ കൂടെ കൂടി. ഓ, മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമങ്ങളും മതങ്ങളും കെട്ടുപോകുന്ന, നിയമങ്ങളുടെയും മതങ്ങളുടെയും ശക്തി കെട്ടുപോകുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും. അത് മുണ്ടക്കയത്തിന് വേണ്ടി എത്ര പേര് സ്വീകരിക്കുക? ദൃശ്യമായ ചില അടയാളങ്ങൾ മനുഷ്യരുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോവുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായ ലൈഫിനകത്ത് അത് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ പലരും ദീർഘനാൾ കഴിഞ്ഞ് സംഭവിക്കാനുള്ളത് പറഞ്ഞ് നിർത്തുകയല്ല. ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞത് ഇന്നലെ എനിക്ക് സംഭവിച്ചെങ്കിൽ ഇന്ന് പറഞ്ഞത് ഇന്ന് തന്നെ സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആ അനോയിന്റിങ് ഇപ്പോൾ വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. മതങ്ങളും ഹല്ലേലൂയ വ്യക്തികളും നിനക്ക് വിരോധമായിരുന്നാലും അവരുടെ ശ്രമം നിന്നിൽ ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഹല്ലേലൂയ ഒരു കൂട്ടം ജനം നിനക്ക് അനുകൂലമാകും. ഞാൻ പറഞ്ഞു വന്നത്, ഭിക്ഷയാചിക്കാനും ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. പക്ഷേ അവൻ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ലൈഫ് തിരിഞ്ഞു. പിന്നെ അവന് പഴയ പരിപാടി ഒന്നുമില്ല. പത്രോസ് എവിടെയുണ്ടോ അവരുടെ നടുക്ക് ഈ പുള്ളിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 1-2 എണ്ണം ഇറങ്ങി പറയട്ടെ. ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ആമേൻ. ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷ. എഴുന്നേൽപ്പിച്ചെന്നാണോ? നടത്തുമാറാക്കി. യേശുവിൻ്റെ നാമത്തിൽ നടത്തുമാറാക്കിയെന്ന്. ആമേൻ. ചിലരെ എഴുന്നേൽപ്പിച്ച് നടത്താൻ ദൈവം സഭയായി ചിലരെ ഉപയോഗിക്കും. എല്ലാവർക്കും ഒന്നും ആമേൻ പറയാൻ പറ്റുന്ന ഒരു വാക്കല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഈ വിഷയത്തെ ഞാൻ പറയുന്നു. ചിലതൊക്കെ നടക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഒന്ന്
കണ്ണടച്ച് ദൈവത്തിൽ പറയാം, 40 കൊല്ലം നടക്കാത്തത് നടക്കുന്നത് കാണുന്നു. അവൻ്റെ അപ്പയപ്പന്മാർ അതിശയപ്പെടുന്നു, അവൻ്റെ സഹോദരങ്ങൾ അതിശയിക്കപ്പെടുന്നു, അവൻ പോലും അതിശയിക്കപ്പെടുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഒരുമിച്ച് അത്ഭുതപ്പെടുമാറുള്ള ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്തിരിക്കും. എന്താണ് കാരണം? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ശരീരത്തിൻ്റെ മേൽ ആത്മാവിറങ്ങിയതുപോലെ, പ്രാവിറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവ് ശരീരത്തിനകത്തേക്ക്, യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവരെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമായിരുന്നെങ്കിൽ, രണ്ടാമത് പറഞ്ഞത് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ ആരംഭമാണ്. ആമേൻ. ഏതെല്ലാം സ്ഥലങ്ങളിൽ വലിയ ഉണർവുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ അവിടെ ഒരു കൂട്ടം ജനം മാറിയിരുന്നിട്ടുണ്ട്. അന്ത്യോക്യയിൽ നോക്ക്, ഹല്ലേലൂയ, 13-ാം അധ്യായം വായിക്കുന്നു. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, കൂടിയിരുന്ന പ്രവാചകന്മാർ പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പ്രവചിക്കാൻ തുടങ്ങി. ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. ആമേൻ, ഹല്ലേലൂയ. ദൈവം ചിലയിടത്ത് ഇങ്ങനെ ഇരുത്തും. എന്തിനാ? അടുത്തൊരു നിയോഗത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി. നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ വന്ന് കൂടിപ്പോകുക മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, മറിച്ച് ഹല്ലേലൂയ ഒരു കൂട്ടം ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി നിയോഗങ്ങൾക്ക് വേണ്ടി തയ്യാറാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ദൂത് ഇന്നിവിടെ പകല് പറയപ്പെടുന്നത്. ചിലർക്ക് പ്രയാസമായി തോന്നാം. കാരണം എന്താണെന്നറിയാവോ? ഇതൊരു ഡെലിവറൻസിൻ്റെ ദൂതാണെങ്കിലും എൻ്റെ വിരൽ ചൂണ്ടൽ സുവിശേഷവും ദൈവരാജ്യവും സഭയുടെ വളർച്ചയാണ്. ഞാൻ ഇവിടെ നിന്നാൽ ഇതേ വരത്തുള്ളൂ. എൻ്റെ കുഴപ്പമല്ല, ഇതേ വരത്തുള്ളൂ. ഞാൻ എന്നാ പറഞ്ഞാലും ഇവിടെ തന്നെ വരും. എന്നാന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കാരണം എന്നാ? എത്രയും വേഗത്തിൽ അല്ലേ? മോശയ്ക്ക് എന്ന് ഇത്ര നാളെ നിങ്ങൾ 400 വർഷം അടിമത്തെ അനുഭവിക്കാൻ, അതുകൊണ്ട് ബറവോൻ ഇനി നിങ്ങൾക്ക് ആഹാരം തരുമെന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇനി നിനക്ക് ബറവോൻ ആഹാരം തരത്തില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് നാൾ ആശ്വാസകാലങ്ങൾ വരാൻ പോവുകയാണ്. നിങ്ങൾ അതൊക്കെ പറയുന്ന ബറവോനാ അല്ലേ? നിങ്ങൾ പോയി കുറച്ച് പേര് ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വാ, നമുക്കിവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയേക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ്ട അല്ലേ, നിങ്ങളുടെ സാധനങ്ങളൊന്നും എടുക്കണ്ട എന്നൊക്കെ പറയുന്നത് ബറവോന്റെ ചിന്തയാണ്. ദൈവം പറയണം, ഒന്നും ഒരു സാധനം, എന്താ വാക്കെന്താ, ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല അല്ലേ? വീട്ടിൽ ജനിച്ച മൃഗം പോലും. എന്തൊരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെടണമെന്ന് പറയുമ്പോൾ പറയാണ്, മിസ്രൈമിൽ നിന്ന് ഗോശൻ ദേശത്തായിരിക്കുന്ന ഇസ്രയേലിന്റെ വീട്ടിൽ ജനിച്ച എല്ലാത്തിനെയും, അവനുള്ള എല്ലാത്തിനെയും പിടിച്ചു പുറത്തിറക്കുന്ന ഒരു കർത്താവ്. ഞാൻ എന്നെ ആത്മാർത്ഥമായി എന്നെ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് തൊട്ടാ അങ്ങനെയാണ്, അങ്ങനെ തുറന്നു വരട്ടെ. ചിലത് കൂട്ടം കൂട്ടമായി കുടുംബങ്ങൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് പോകുന്നത് ഭിക്ഷയാചിക്കാനാണെങ്കിലും അവിടെ ഇരുന്നപ്പോൾ അഭിഷിക്തന്മാർ വന്ന് കരം കൊടുത്തപ്പോൾ, അവനെക്കുറിച്ചുള്ള ആലോചന പറഞ്ഞപ്പോൾ അവൻ അറിഞ്ഞില്ല അവൻ്റെ ലൈഫ് മാറുകയായിരുന്നെന്ന്. ഞാൻ പറയുന്നു, ഈ ലൈഫ് ദൈവം മാറ്റാൻ അധിക സമയമൊന്നും വേണ്ട. എത്ര പേര് സ്വീകരിക്കും? ഞാൻ ഇത് വിട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് അടുത്തൊരു ഭാഗം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക, പക്ഷെ അങ്ങോട്ട് തന്നെ കർത്താവ് കൊണ്ടുപോവാണ്. ജിൻസെ, അധിക സമയമൊന്നും വേണ്ട ലൈഫ് മാറാൻ. ആമേൻ പറ. ഓരോരുത്തരുടെ പേര് പറയണ്ടോ? ഓരോരുത്തരുടെ പേര് പറഞ്ഞു പറയാം. സൽമോന് സംശയമുണ്ടോ? ഇല്ല. ആമേൻ. ഒന്നാമേൻ പറഞ്ഞാണ്ട് അധിക സമയമൊന്നും വേണ്ട. വചനം പറയുന്നത് ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ചു. ക്ഷണത്തിൽ ചിലത് സംഭവിക്കട്ടെ. ഞാനൊന്ന് ഒരു നിമിഷം ലേറ്റ് ആക്കി പറയട്ടെ. 40 വർഷവും ഇതിനകത്തെ ക്ഷണത്തിലെ സമയം തമ്മിൽ
ആ ക്വാണ്ടിറ്റി തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തതാണ്. എത്രയോ നാളുകളുടെ ക്ഷീണം, എത്രയോ നാളുകളുടെ ഭാരം, എത്രയോ നാളുകളുടെ അലച്ചിൽ, എത്രയോ ആൾക്കാരുടെ പിറകെ, എത്രയോ ആൾക്കാർ മാറി മാറി ചുമന്നു, ആരുടെയൊക്കെ കയ്യിൽ കൈനീട്ടി, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇതെല്ലാം പഴയ ഭാരമായിട്ട് കിടക്കുമ്പം ഈ പഴയതെന്ന് പറയുന്നതിനകത്ത് ഇത് മൊത്തം കിടപ്പുണ്ട്, ഭാരത്തിനകത്ത് ഇത് മൊത്തം കിടപ്പുണ്ട്. പക്ഷേ വചനം പറയാണ്, ഇതൊന്നും ഓർമ്മയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു നിമിഷം ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ചു. നമ്മുടെ മൊത്തം പ്രശ്നം എന്നാണെന്നറിയോ? 40 വർഷത്തിൻ്റെ ക്ഷീണമാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായില്ലേ, ഇനി എങ്ങനെയാണെന്നുള്ള ക്ഷീണമാണ്. അതൊന്ന് പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ ബാക്കിയെല്ലാം നടക്കും. കുറച്ചങ്ങോട്ട് ഓടിയത് ഒരു ഒപ്പിച്ചുള്ള യാത്രയാണെങ്കിൽ അത് മാറ്റിവെക്കുക. ഹല്ലേലൂയ. പർപ്പസിനകത്തേക്കും പ്ലാനിനകത്തേക്കും കയറുക. ഈ ദിവസം എന്നോട് ദൈവം പറയുന്നൊരു വ്യക്തമായൊരു പ്ലാനാണ്. അടുത്ത മാസങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാൻ നമ്മളുടെ മേൽ വരച്ച് കിട്ടിയിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ മാസങ്ങൾക്കകത്തേക്ക് വരാൻ നേരത്ത് ദൈവം എന്നെ ആദ്യം കൊണ്ട് നിർത്തിയതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ നടക്കില്ല. അഥവാ ഞാൻ ആദ്യം വന്ന് നിന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. കാരണം ഇത് അങ്ങനെ ദൈവം തോന്നിപ്പിക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ചിലത് പുതുതാക്കാൻ തുടങ്ങുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കൂടെ ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, ഇവർ ഒത്തിരി പ്രാവശ്യം കയറിയ സ്ഥലമാണ്. പക്ഷെ ഈ യാത്രയ്ക്കും ഈ കയറ്റത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഈ മനുഷ്യനുമായിട്ട് കയറി ചെല്ലാൻ നേരത്ത്, ഹല്ലേലൂയ, ആ യാത്രയുടെ ആ കയറി ചെല്ലുന്നതിൻ്റെ പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ, ഇന്ന് വരെ അവർ കാണാത്ത രീതിയിലാണ് ജനം ഇവരെ നോക്കുന്നത്. കാരണം എന്താണെന്നറിയോ? എല്ലാവരും കണ്ടിട്ടുണ്ട് അവനെ, എല്ലാവരും ആ സ്ഥലത്ത് അവന് ഭിക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ കൂട്ടത്തിൽ വരുമാറൊരു വ്യത്യാസം അവരുടെ ലൈഫിൽ നടന്നു. ഇത് ദേശത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഒരാൾ എഴുന്നേറ്റാൽ മതി. ഒന്ന് പറ, ഒരാൾ എഴുന്നേറ്റാൽ മതി, ബാക്കിയുള്ളവരെ തന്നെ എഴുന്നേൽപ്പിച്ചോളും. ഇതൊരു ധൈര്യത്തിന്റെ ശുശ്രൂഷയാണ്. ആ കൈ പിടിക്കാൻ പത്രോസ് തയ്യാറാകുമ്പോൾ കൂടെ നിൽക്കുന്ന യോഹന്നാൻ മനസ്സുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവശക്തി അവൻ്റെ കാലിൽ തൊട്ടിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? സഹോദരിച്ച തയ്യാറാണോ പ്രാർത്ഥിക്കാൻ? തോമസ് തയ്യാറാണോ? ദൈവം നിന്നെ രോഗികളുടെ അടുക്കിലേക്ക് അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരുത്തനെ എഴുന്നേൽപ്പിച്ചാൽ നാട് പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. ദൃശ്യമായ ചിലത് ദൈവം സൈനായി ദേശത്തിടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു ദൈവശബ്ദത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഹല്ലേലൂയ. ആ ദേശത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ മേലാത്ത ചില ദിനങ്ങളായിരുന്നു അത്. ഹല്ലേലൂയ. അതിന് മുമ്പ് നടന്നത് യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം യെരൂശലേമിനകത്ത് ഈ വലിയ ഉണർവ് സംഭവിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരുത്തൻ വലിയ ബഹളം ഉണ്ടാക്കി അവനെ ക്രൂശിൽ കൊന്ന് ഇല്ലാതാക്കി എന്നുള്ള കഥ പുറത്ത് പ്രചരിക്കപ്പെടുമ്പോൾ കൂടെ നിന്നവർ ചിതറിപ്പോയി അവരെവിടെയോ മുക്കുവന്മാരായി അവശേഷിച്ചു എന്ന് കഥ എഴുതി തീർക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പുറത്തു വരുമ്പോൾ, ഹല്ലേലൂയ, കഥ എഴുതിയവന്മാരെ വരെ വലിച്ചകത്തിടുന്ന അനുഭവങ്ങൾ ദൈവം ഉണ്ടാക്കിയെങ്കിൽ എൻ്റെ അകത്ത് വലിയ ധൈര്യമാണ് ഈ പകൽ വെളിപ്പെടുന്നത്. ക്ഷീണിച്ചു പോകരുതേ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൃശ്യമായത് ചിലത് ദേശത്ത് സംഭവിക്കാൻ പോവാം. ഈ വെളിപ്പാടൊന്നും പ്രസംഗിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല ഇത്ര സിമ്പിളായ വചനം ഞാൻ എടുത്ത് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ദേശത്ത് ദൃശ്യമായത് ചിലത് സംഭവിക്കാൻ പോവാം.
ജോഷിച്ച ദൃശ്യമായത് ചില സംഭവിക്കാൻ പോവാ. ആമേൻ പറഞ്ഞോണം, ആമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ. ദൃശ്യമായത് ചില സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിന്നെ ആർക്കും വിരൽ ചൂണ്ടി ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇത് വലിയ വെളിപ്പാടൊന്നും അല്ലെങ്കിൽ എൻ്റെ അകത്ത് വലിയ സന്തോഷം ഇത് പ്രസംഗിക്കുമ്പോൾ. അത് റിവീലാകാൻ പോകുന്നതിനായി സ്തോത്രം. ദൃശ്യമായത് ചില നിന്റെ സഭയ്ക്കകത്ത്, വീടിനകത്ത്, വീടുകൾക്കകത്ത്, പട്ടണത്തിനകത്ത് സംഭവിക്കും. അങ്ങനെ ഒരു ശ്രുതി, അങ്ങനെ ഒരു ശബ്ദം ദേശത്ത് പകരപ്പെടാൻ പോവുക. മിറക്കിൾ. ഹല്ലേലൂയ. ഐഡന്റിറ്റിയായ പേര് തന്നെ അങ്ങ് പൊക്കോളും. ഒരു മിറക്കിൾ സംഭവിച്ചാൽ മതി. നീണ്ടെന്ന് പറയുന്നത് നമ്മൾ സഭയെല്ലാം അങ്ങേയറ്റം വരെ ഇരിക്കാൻ വേണ്ടി 2-3 ആഴ്ചക്ക് പിറകിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കസേരകൾ നിരത്തിയാൽ മാത്രം മതി, ജനം വന്നു കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരാധന ആ ഹോളിൽ മാത്രം 2.5 മണിക്കൂറായി ഒതുങ്ങിയാൽ ഒന്നും സംഭവിക്കത്തില്ല. മറിച്ച് ഒരു മാളിക മുറി ഒരുക്കപ്പെടട്ടെ, മാളിക മുറി ഒരുക്കപ്പെടട്ടെ, മാറിയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾക്കകത്ത് ആത്മാവിൻ്റെ ശക്തി പുറപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. എന്താണ് മാനുഷികമായുള്ള നിയന്ത്രണങ്ങൾ മാറി ദൈവാത്മാവ് സഭകളുടെ മേലുള്ള നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ, പ്രസംഗത്തിൻ്റെ വല്ലഭത്വമൊന്നും വേണമെന്നില്ല. നീ ധൈര്യത്തോടെ ചിലർക്ക് കൈ കൊടുത്താൽ മതി. സ്നേഹവും അനോയിന്റിങ്ങും ഒരുമിച്ച് ചേർന്നാൽ അകത്താള് വരും. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, വന്നു കയറിയവൻ ഇറങ്ങിപ്പോകാതിരിക്കാൻ തുറന്നങ്ങ് സ്നേഹിക്കാൻ കൂടെ തയ്യാറാകണം. അവിടെയാണ് പലതും തകർന്നു പോകുന്നത്. ഹല്ലേലൂയ. ആ തകർച്ച ഇനി ഉണ്ടാകാതിരിക്കാൻ ഹല്ലേലൂയ, കാപട്യത്തിൻ്റെ സ്നേഹമല്ല, തുറന്നങ്ങ് അവരെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകണം. അതെന്താണ് ഇപ്പം ദൈവം തുറന്നുകൊണ്ടോന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, തുറന്ന് സ്നേഹിക്കാനും ആത്മാവിൽ കൈ കൊടുക്കാനും തയ്യാറാണെങ്കിൽ അനോയിന്റിങ്ങും സ്നേഹവും ലൈഫിനകത്തൂടെ ഒഴുകി വരും. 40 വയസ്സുള്ളവൻ സഭയ്ക്കകത്ത് കയറി പിന്നെ യെരൂശലേമിൽ നടന്നത് വലിയ ഉണർവാണ്. അഭിഷിക്തന്മാർ ഓരോന്നായി എഴുന്നേറ്റവർ പല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് അനേകരെ കൊണ്ടുവന്നു. 2-ാം അധ്യായത്തിന് അവസാനം ഒരു വാക്യം കിടപ്പുണ്ട്, ദിനം പ്രതി സഭയോട് ചേർന്നു. രക്ഷിക്കപ്പെട്ടവർ ദിനം പ്രതി സഭയോട് ചേർന്നു. സംഭവിക്കട്ടെ. ദിനം പ്രതി ചിലരെ സഭയോട് ദൈവം ചേർക്കാൻ പോവുക. ദിനം തോറും സ്നാനങ്ങൾ സംഭവിക്കാൻ പോവുക. ചില സൈനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഞാനൊരു പോയിന്റ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ചിലരുടെ മേല് ചില സൈനികൾ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ ഒരു പ്രവൃത്തി നടക്കാൻ ചില സൈനികൾ വെളിപ്പെടണം. നമ്മുടെ സഭയ്ക്കകത്ത് ഇനി ഇപ്പം ആരും സ്നാനപ്പെടാനുണ്ടോയെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, സ്നാനങ്ങൾ സംഭവിക്കാൻ പോകും. കഴിഞ്ഞ വർഷം നമ്മൾ സ്നാനക്കുളവും പണിതിട്ട് വെയിറ്റിങ്ങിലാണ്. ഇനി എന്താ വേണ്ടേ? കൂട്ടമായി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ദിവസവും സ്നാനം. എല്ലാവരും വരണ്ട, ഞങ്ങളെല്ലാവരും കൂടെ പോയി സ്നാനപ്പെടുത്തിക്കോളാം. ഹല്ലേലൂയ. പക്ഷെ എല്ലാ ദിവസവും സ്നാനം നടക്കാൻ അങ്ങനെ എത്ര പേര് സ്വപ്നം കാണുന്നുണ്ട്? എല്ലാ ദിവസവും സ്നാനം. ചിലപ്പോൾ ജോർച്ചാന് പോലും വരാൻ സമയം കിട്ടത്തില്ല. അതുപോലെ ഞാൻ ജസ്റ്റ് ഇറങ്ങി സ്നാനപ്പെടുത്തിയിട്ട് അങ്ങ് പോവും. ഹല്ലേലൂയ. സണ്ണി പാസ്റ്റർ ഒന്ന് സ്നാനപ്പെടുത്തി തരും, എന്നെ വിളിക്കാത്ത പാസ്റ്റർ പോലും സ്നാനപ്പെടുത്തി. ഇത് സംഭവിക്കാൻ പോവും. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുമ്പോൾ ഇറങ്ങി ആ സ്നാനക്കുളത്തിൽ ഇറങ്ങി നിന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഇറങ്ങി നടക്കുമായിരുന്നു വഴിയൊക്കെ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയാം, വിശ്വാസത്താൽ ചിലത് സംഭവിക്കണം. ഒന്ന് പറഞ്ഞ, പ്രയർ ട്രൈബുകൾ മുണ്ടക്കയത്ത് നടക്കട്ടെ.
ഉണർവ് യോഗങ്ങൾ മുണ്ടക്കയത്ത് നടക്കട്ടെ, പരസ്യയോഗങ്ങൾ മുണ്ടക്കയത്ത് നടക്കട്ടെ, പരസ്യമായ ഡെലിവറൻസുകൾ പട്ടണത്തിനകത്ത് നടക്കട്ടെ, അസാധാരണമായ ഉണർവുകൾ ഗ്രാമപ്രദേശത്ത് സംഭവിക്കട്ടെ. ഒരു അനോയിൻറ്റിങ്, ആത്മാവിൻ്റെ ശക്തിയോടെയുള്ളൊരു മടങ്ങിവരവ് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഇത് കൂടുതൽ പ്രസംഗിക്കാനല്ല, അത് കൂടുതൽ ചെയ്തെടുക്കാനാണ് താല്പര്യം. അതിൽ പോകാൻ ആഗ്രഹമുണ്ട്, അതിൽ പറയാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നതെന്നറിയാം. ഒരു തുടക്കം കിട്ടിയാൽ മതി. പഴയതുപോലെ ആർക്കെങ്കിലും ഒരു ട്രാക്ട് കൊടുത്തിട്ട് മടങ്ങുകയല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തരാം. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ട് ഉണ്ടായേ പറ്റൂ, ഉണ്ടായാലും ഉണ്ടായില്ലേലും ഹല്ലേലൂയ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം സഭയെ തുറന്നു കൊണ്ടുവരും. യേശുവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 2 കാര്യമാണ് പറഞ്ഞത്. അത് പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിക്കാം. 1 നിറവ്, 2 അനോയിൻറ്റിങ്. 1 നിറവ്. അത് രാവിലെ നിങ്ങൾ കണ്ട് അല്ലേ, നന്ദി പറഞ്ഞു തുടങ്ങിയപ്പോൾ കൃപയുടെ ഒരു നിറവ് ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് കാണാൻ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നാവുകളുടെ വാക്കുകളും ശരീരത്തിലുള്ള ശക്തിയുടെ ഒഴുകുന്നത് ഞാൻ കാണുവാനിടയായിത്തീർന്നു. പറ, വലിയ കൃപദേശത്തേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങൾ എത്ര പേര് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് അയക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒരു ഉണർവ് പ്രാർത്ഥന അത്യാവശ്യമുണ്ട്. ഞാനത് ഹൃദയത്തിൽ ഇട്ടുകൊണ്ടാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയല്ല, ഈ ആരാധനയല്ല, മറിച്ച് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവേ അടുത്ത പ്ലാൻ എന്നാണ്, എനിക്ക് ആ പ്ലാൻ എഴുതി കിട്ടണം, ദിവസങ്ങൾ എഴുതി കിട്ടണം എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മോശയെ ദൈവം അയച്ചതുപോലെ ദൈവം നിങ്ങളെ അയച്ചിരിക്കും. ഹല്ലേലൂയ. റിസൾട്ട് പുറകിലൊരു വലിയ ജനമാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു ജനം. ഞാൻ നിങ്ങളെ മോഹിപ്പിക്കുകയല്ല, ഇത് ഈ വചനത്തിൻ്റെ പ്രോമിസാണ്. ഇതൊരു പ്രവചനം അല്ലേ പോലും, ഇതൊരു പ്രോമിസാണ്. രാജ്യങ്ങളെ നീ അവകാശമായി ചോദിക്കുക, രാജ്യങ്ങളെ നീ അവകാശമായി ചോദിക്കുക, ഞാൻ നിനക്ക് തരാം. ദേശങ്ങളെ നീ അവകാശമായി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് തരാം. യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടപ്പോൾ സാത്താനും വന്ന് ചോദിച്ചതാണ്, ഞാൻ തരാം, എൻ്റെ കയ്യിലാണ് ഈ സാധനമല്ല, ഞാൻ തരാം. അവൻ്റെ കയ്യിൽ നിന്ന് വേണ്ട, പിടിച്ചു മേടിച്ചാൽ മതി. ഹല്ലേലൂയ. വചനം പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടാതെ അവൻ്റെ കോപ്പ്. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. ചിലർ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ട്രാക്ട് തന്ന് ഒരാൾ തന്നു. എൻ്റെ കയ്യിലല്ല തന്ന്, ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത ചർച്ചിലെ പാസ്റ്റർ ഇരിപ്പുണ്ട്. ആ പാസ്റ്റർ കയ്യിലെ കൊണ്ട് കൊടുത്തേ. അദ്ദേഹം പുറത്തിറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? ആമേൻ. പിന്നെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത്, പുള്ളിയുടെ ഒരു ആഗ്രഹമല്ലേ ഇതിവിടെ എന്നോട് കൊണ്ട് പറഞ്ഞത്, ഇതിവിടെ തരാൻ മറന്നുപോയി എന്ന്. അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുത്ത് ഇതിവിടെ തരാൻ, അതാണ് എന്നെ അറ്റംപ്റ്റ് ആണെന്ന് ആലോചിച്ചോണോ. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി അടുത്ത വീട് കയറി. ആമേൻ. പുള്ളി ഒന്നും നോക്കുന്നില്ല, നമ്മുടെ മുഖത്തേക്ക് പോയി നോക്കുന്നില്ല, എല്ലാ വീട്ടിലും കയറി പോവാണ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രയാസമുണ്ട് എല്ലാ വീട്ടിലും കയറി കൊടുക്കുന്നതിന്. അതിന് പുള്ളി പറയാ, ഓടി വന്നിട്ട് ഇതിവിടെ തരാൻ മറന്നുപോയി, എല്ലാ വീട്ടിലും കൊടുത്താണ്. ഒരു നോട്ടീസാണെന്ന് തുറന്നു നോക്കി, തുറന്നു വന്നപ്പോൾ ട്രാക്റ്റാണ്. നമ്മളത് വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ പുള്ളി അടുത്ത വീട്ടിൽ കയറി. അമ്മേൻ. ഞാൻ പറഞ്ഞു പറ്റുന്ന കാര്യം, ചിലത് ചെയ്യാൻ തയ്യാറാകണം. ഏത് രീതി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ചിലത് പറയാൻ തയ്യാറാണെങ്കിൽ ചിലത് രക്ഷപ്പെട്ടിരിക്കും. ആത്മാവിൻ്റെ ശക്തിയോടെ പ്രാർത്ഥനയ്ക്കിരിക്കാൻ തയ്യാറാണെങ്കിൽ
യേശു ഗലീലയിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ വന്നതുപോലെ ദൈവം നിങ്ങളെ അയക്കാൻ പോവുകയാണ്. എൻ്റെ വാക്കുകളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടി തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എപ്പോഴും ഒരു ആരാധനയിൽ വന്ന് 2.5 മണിക്കൂർ ഇരുന്ന് ഒരു സന്ദേശം കേട്ടു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന പതിവ് നിർത്തിയിട്ട്, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ എന്നെ വിളിക്കകത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ, പരിശുദ്ധാത്മാവേ എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് നിയോഗിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചില മനസ്സുകൾ തണുത്തിരിക്കുകയാണ്, ചില മനസ്സുകൾ മടുത്തിരിക്കുകയാണ്, ചില മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിലേക്ക് പോകാത്തൊരു മന്ദീഭാവത്തിനകത്തേക്ക് സമയങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. ഇതിനെല്ലാം മറുപടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. എന്നിട്ട് ദൈവത്തോട്, കർത്താവേ ഒരു കൃപയുടെ മേൽ കൃപ എൻ്റെ മേൽ അയക്കണമേ, എനിക്ക് ആ കൃപ അയക്കപ്പെടണമേ എന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചാണ്. ചില നിമിഷങ്ങളൊന്ന് നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാമെങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. ഒരു സമർപ്പണം ഈ പകൽ ഉണ്ടാകാമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം പലതാണ്, ഒത്തിരി ചിന്താക്കുഴപ്പങ്ങൾക്കകത്ത് ഞാൻ അലയുന്നുണ്ട്. പക്ഷേ എൻ്റെ ശൈലി, എൻ്റെ ജീവിതം അനോയിൻറ്റിങ്ങിനും അഭിഷേകത്തിനും ചിലരെ എഴുന്നേൽപ്പിക്കുന്നതിനും മാത്രമായി എൻ്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവെ വഴിതെളിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ ആലോചന എൻ്റെ അകത്ത് ദൈവം ഇടുമ്പോൾ വലിയൊരു ആരവാരമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒറ്റ ആലോചന ഇതാ: ചിലർക്ക് ചില പ്ലാനുകൾ ദൈവം കൊടുക്കാൻ പോവും. ഒരൊറ്റ ദൈവശബ്ദത്തിന്റെ പേരിലാണ് ഞാൻ ഈ ആലോചന എടുത്തത്. പ്ലാനുകൾ, അടുത്ത മാസത്തെക്കുറിച്ചുള്ള പ്ലാനുകൾ, ഷെഡ്യൂളായി തയ്യാറാക്കുന്ന പ്ലാനുകൾ. ഏതെങ്കിലും അവധി ഉണ്ടെങ്കിൽ ആ അവധിക്കകത്തൊരു പ്രാർത്ഥന വെക്കുകയല്ല, മറിച്ച് ദേശത്തോട് ശുശ്രൂഷിക്കാൻ, ദേശത്തിനോട് മറുപടി പറയാൻ. നിങ്ങൾക്ക് എത്ര പേരറിയാം, ദൈവം സഭയെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ദേശത്തിനോട് ശുശ്രൂഷിക്കപ്പെടേണ്ടതിനാണ്. ഒരു കളക്ടർ ഇവിടെ ഇരിക്കുന്നത്, ഒരു പഞ്ചായത്ത് ഇവിടെ ഭരണം നടത്തുന്നത്, ഒരു വില്ലേജ് ഓഫീസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നത് ഈ ദേശത്തിന് വേണ്ടിയാണെങ്കിൽ, ഈ ഗവൺമെന്റ് ആണ് അതിൻ്റെ മേൽ ഭരണം നടത്തുന്നതെങ്കിൽ, ദൈവം ഭരണം നടത്തുന്ന, ദൈവരാജ്യം ഭരണം നടത്തുന്ന ദൈവത്തിൻ്റെ സ്ഥാനാപതികളാണ് നിങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ മറുപടി ഇല്ലാത്തവർക്ക് ചർച്ചിനകത്ത് മറുപടി ഉണ്ട്. പഞ്ചായത്ത് ഓഫീസിനകത്ത് മറുപടി ഇല്ലാത്തവർക്ക് ചർച്ചിനകത്ത് മറുപടി ഉണ്ട്. വില്ലേജ് ഓഫീസിൽ മറുപടി ഇല്ലാത്തവർക്ക് ചർച്ചിനകത്ത് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് ഉത്തരമില്ലാത്തടത്ത് ഇതിനകത്ത് ഉത്തരമുണ്ട്. ചില നീക്കുപോക്കുകൾക്ക് വേണ്ടി, ചിലരോട് മറുപടി പറയാൻ വേണ്ടി, ചിലരുടെ ലൈഫിനെ തെളിക്കാൻ വേണ്ടി നീ ഒരു സ്ഥാനാപതിയായി നിൽക്കാൻ തയ്യാറാണോ എന്നാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. അതിന് ദൈവം എന്നോട് പറഞ്ഞ വാക്ക് ഞാനൊരു ഒരു പ്ലാൻ ഇടുകയാണ്. മോശയുടെ മുമ്പിൽ ഒരു പ്ലാനുമായി ദൈവം ഇറങ്ങി വരുന്നത് പോലെ, ഐ ഹാവ് എ പ്ലാൻ. എനിക്ക് പ്ലാൻ ഉണ്ട് മോനെ. നീ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, ഒത്തിരി ബലഹീനതയുടെ ഒരു കൂട് നിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ചില ശബ്ദങ്ങൾ ഉയർത്തി ആടിനെ നയിക്കാനേ നിനക്കറിയാവുള്ളൂ. പക്ഷെ ഞാൻ ഇറങ്ങി വന്നത് നിന്നെ തേടി തന്നെയാണ്. നിന്നെ തന്നെ ഞാൻ നിയോഗിച്ചിരിക്കും. ഞാൻ നിന്നെ തന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കും. നിന്നെ തന്നെ അവരോട് സംസാരിക്കാൻ ഉപയോഗിച്ചിരിക്കും. ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ സംസാരിക്കുന്നു. പിന്മാറരുതേ. നിന്റെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയാവുന്ന നിന്റെ മനസ്സ് ഹല്ലേലൂയ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകരുത്. മറിച്ച് ഹൃദയത്തെ ആത്മാവിൽ ഒരുക്കുക. വിശ്വാസത്തോടെ ആത്മാവിൽ പ്രാർത്ഥിക്കാനിരിക്കാമെങ്കിൽ ദൈവം ചില നിയോഗങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ ഇടുന്ന ദിവസങ്ങളാണ്.
ഈ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾക്കകത്തേക്ക് നമ്മൾ ഓടിക്കയറുമ്പോൾ ഇതൊരു ദൂതായി കയറ്റണം. ഹല്ലേലൂയ. അടുത്ത 30 ദിവസങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ അടുത്ത 326 ദിവസത്തിനകത്തെ പ്ലാൻ ദൈവം നിൻ്റെ അകത്ത് വരയ്ക്കട്ടെ. അടുത്ത മാസം ഒരു അവസാനമാണ്, പക്ഷെ ആരംഭത്തിലേക്കുള്ള ദൂത് പിടിച്ചോണം. ഹല്ലേലൂയ. ആരംഭത്തിലേക്ക് ദൂത് പിടിക്കുന്ന ഒരു 30 ദിവസത്തെ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വിഷ് ചെയ്യുകയാണ്. ഈ വർഷത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ കണ്ടതുപോലെ അത്ഭുതത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. പഴഞ്ചൻ കഥകളുടെ പിന്മാറ്റങ്ങളുടെ കെട്ടുപാണ്ടങ്ങൾ എടുത്തെറിയുക. ആത്മാവിൽ നിങ്ങളുടെ സമയങ്ങളെ അത്ഭുതങ്ങൾക്ക് വേണ്ടി വഴിതിരിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളാണ്. ആത്മാവിലൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ, എൻ്റെ ലൈഫ് ഇനി അത്ഭുതത്തിൻ്റെ ദിവസങ്ങളാണ്. എൻ്റെ കരങ്ങൾ ഇനി അത്ഭുതം ചെയ്യാനുള്ളതാണ്. എൻ്റെ ലൈഫ് ഇനി അത്ഭുതത്തിന് വേണ്ടിയുള്ള വഴികളാണ്. എനിക്ക് ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് ചിലരെ ആത്മാവിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. എന്നെ ദൈവം കൊണ്ടുവന്നതും എന്നെ അവശേഷിപ്പിച്ചതും ജീവൻ്റെ മേൽ ആരോഗ്യം തന്നതും ദൈവമാണ്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? കഴിഞ്ഞ വർഷമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ആരോഗ്യം തന്നത് ദൈവം എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലരെ നിയോഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. പൗലോസ് ഈ വാക്ക് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഞാനിവിടെ കടന്ന് മരിക്കാൻ തയ്യാറാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ ഇനിയും വിശ്വാസത്തിൻ്റെ ഉണർവിലേക്ക് കയറി വരേണ്ടതിന്, അഭിവൃദ്ധിയിലേക്ക് കടന്നു വരേണ്ടതിന് എന്നെ ഈ കാരാഗ്രഹത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രായത്തിലും എനിക്ക് മടിയില്ല. ഞാൻ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി തയ്യാറാണ്. കാരാഗ്രഹത്തിലായിരുന്നാലും പുറത്തായിരുന്നാലും, തൻ്റെ തൂലികയായിരുന്നാലും നാവായിരുന്നാലും സുവിശേഷത്തിൻ്റെ ശബ്ദമാകുന്നത് പോലെ, ദൈവ വെളിപ്പാടിൻ്റെ മറുപടിയാകുന്നത് പോലെ നിൻ്റെ ലൈഫും ദൈവം അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോകുക. എവിടേക്കോ മടി കിടക്കുന്നു, ഞാൻ ആ മടിയെ ശാസിക്കുക. നിരുത്സാഹങ്ങളെ ശാസിക്കുന്നു. ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ട് ഇറങ്ങാൻ കഴിയാത്ത പിന്മാറ്റ മനോഭാവങ്ങളെ ശാസിക്കുന്നു. തിടുക്കത്തിൻ്റെ ഒരു ആത്മാവ്, ധൈര്യത്തിൻ്റെ ഒരു ആത്മാവ്, സുവിശേഷത്തിനെ കുറിച്ചുള്ള താല്പര്യത്തിൻ്റെ ആത്മാവ്, വ്യക്തികളുടെ വിടുതലിനെ കുറിച്ചുള്ള ആത്മഭാരങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇപ്പോൾ നിക്ഷേപിക്കട്ടെ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച്